നമസ്കാരം, ഞാൻ ശശികുമാർ തിരുമുല്ലവാരം. ഇതെൻ്റെ 236-ാമത്തെ എപ്പിസോഡാണ്. ഞാൻ ഇടയ്ക്കൊക്കെ ഗ്യാപ്പ് എടുക്കുന്നുണ്ടെങ്കിലും ഞാൻ ഇടയ്ക്ക് മലയാളം കവിതകളൊക്കെ എൻ്റെ സ്റ്റാറ്റസിൽ ഇടാറുണ്ട്. മാത്രമല്ല, ഞാൻ റേഡിയോ ബെൻസീറിൻ്റെ ഒരു മത്സരത്തിൽ 100ഓളം കവിതകളുള്ളതിൽ എൻ്റെ കവിത 5ാമതായിട്ട് വന്ന് എനിക്ക് പ്രോത്സാഹന മൊമെൻറ്റൊക്കെ കിട്ടിയതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് എനിക്കൊരു ധൈര്യം വന്നത്, ഈ കവിതകൾ എഴുതാനുള്ളൊരു ധൈര്യം. അപ്പോൾ ഈ കവിതയെ ഞാൻ പ്രധാനമായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്, എനിക്ക് സഹോദരിമാരില്ല. അപ്പം അങ്ങനെയുള്ള ഒരു കാര്യങ്ങളാണ് എൻ്റെ മനസ്സിനെ കുറേ കാലം കൊണ്ട് ഇങ്ങനെ ഒരു കവിത എഴുതണമെന്ന് ഇതിനെപ്പറ്റി. അപ്പം അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരെണ്ണം എഴുതാനായിട്ട് തുടങ്ങിയത്. ഇതിൻ്റെ പേര് ഒരു അനന്യ സഹോദരൻ്റെ പ്രാർത്ഥനയെന്നാണ്. ഈ കലിയുഗത്തിൽ കാണാവുന്ന നമ്മുടെ സ്ത്രീകൾക്ക് അനുഭവിക്കുന്ന ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു ഇതാണ് ഒരു കവിത എഴുതണം എന്നുള്ളത്. അതിൻ്റെ പേര് ഒരു അനന്യ സഹോദരൻ്റെ പ്രാർത്ഥന, ദൈവത്തിനുള്ള പ്രാർത്ഥനയായിട്ടുള്ളൊരു കവിതയാണ്. അപ്പോൾ ഇത് ആലപിക്കുന്നത് ഞാൻ തന്നെയാണ്, കാരണം സഹോദരൻ ഞാനാണല്ലോ. ഒരു അനന്യ സഹോദരൻ്റെ പ്രാർത്ഥന. ഇതാണ് കവിത. പ്രാർത്ഥനയ്ക്കു വേണോ വൃത്തവും അലങ്കാരവും, നോവുന്ന മനസ്സിൽ നിന്നും ഉതിരുന്ന ഒരു അപേക്ഷയാണിത്. സഹോദരിമാരില്ലാത്ത ഒരു നിർഭാഗ്യവാനാണ് ഞാൻ. എൻ്റെ ഈ ജീവിതത്തിൽ, ഈ കലിയുഗത്തിൽ സ്ത്രീകളുടെ കഷ്ടപ്പാടുകൾ കണ്ട് മനസ്സ് വേദനിക്കുന്ന ആൾ. എന്തുകൊണ്ടാണ് പുരുഷന്മാർ ഇത്ര ക്രൂരമായി സ്ത്രീകളോട് പെരുമാറുന്നത്, അവരുടെ ജീവിതം നരകമാക്കുന്നത്? പെൺകുട്ടികളെപ്പോലും, കൊച്ചു പെൺകുട്ടികളെപ്പോലും കഷ്ടപ്പെടുത്തുന്നത്. ഈ നരാധമന്മാരെ ദൈവം എങ്ങനെയാണ് ശിക്ഷിക്കുന്നത്? ലഹരിയാണ് പ്രധാനമായും ഈ കാര്യത്തിൽ പുരുഷന്മാരെ സ്വാധീനിക്കുന്നതും അധർമ്മങ്ങൾ ചെയ്യിക്കുന്നതും. ആ കഷ്ടം സഹോദരിമാരെ എന്തു ചെയ്യൂ ഞാൻ? ജഗദീശനോട് പ്രാർത്ഥിക്കാനേ എനിക്ക് കഴിയൂ. ഈ കലിയുഗത്തിൽ ഭഗവാൻ തന്നെ അവരെ രക്ഷിക്കാൻ ഒരു അവതാരം എടുക്കണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഇതാണ് കവിത. നന്ദി, നമസ്കാരം.